ട്രേഡേഴ്സ് അരീന പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് അല്ലെങ്കിൽ ട്രേഡേഴ്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് ഡേറ്റ് 2023 ഏപ്രിൽ 27 വ്യാഴാഴ്ച ഒരു എക്സ്പയറി ദിവസമാണ്. മന്ത്ലി എക്സ്പയറി സ്റ്റോക്ക് ഓപ്ഷനും ഇൻഡെക്സ് ഓപ്ഷൻ്റെയും മന്ത്ലി എക്സ്പയറി ആണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഡാറ്റ എന്ന് നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,813 നിന്നും ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ ഗ്യാപ് ഡൗണിൽ 17,813 ഇന്ന് ഓപ്പൺ ആയത്. ഡേ ഹൈ 17,931 ഡേ ലോ 17,797 വന്നതുവഴി 133 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. അഥവാ 0.75% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 17,813 നിന്ന് 101 പോയിന്റ് ലാഭത്തോടു കൂടി 17,915 ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 102 പോയിന്റിന്റെ ലാഭമാണ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 42,829 നിന്നും 76 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 42,753 ഇന്ന് ആരംഭിച്ചത്. 43,043 ഡേ ഹൈയും 42,736 ഡേ ലോയും വന്നതുവഴി 306 പോയിന്റിൻ്റെ അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 42,753 നിന്നും 246 പോയിന്റിൻ്റെ ലാഭത്തോടു കൂടി 43,000 ഇന്ന് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 42,829 43,000 ഇന്നത്തെ ക്ലോസിങ്ങും ഏകദേശം 171 പോയിന്റിൻ്റെ ഒരു ലാഭമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഇന്നലെ ക്ലോസിംഗ് മുതൽ ഇന്ന് വരെ വന്നിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 19,003 നിന്ന് 26 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗണിൽ 18,976 ഇന്ന് ആരംഭിച്ചത്. 19,118 ഡേ ഹൈയും 18,970 ഡേ ലോയും വന്നതുവഴി 148 പോയിന്റിൻ്റെ ഇൻട്രാഡേ അഥവാ 0.78% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 18,976 നിന്ന് 120 പോയിന്റ് ലാഭത്തോടു കൂടി 19,097 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 94 പോയിന്റിൻ്റെ ലാഭമാണ് ഫിൻ നിഫ്റ്റിയിൽ ഇന്നലെ തൊട്ട് ഇന്ന് വരെ ആയിട്ടുള്ള ഈ ക്ലോസിങ്ങിൻ്റെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മാർക്കറ്റ് എല്ലാം തന്നെ ഗ്രീനിലാണ്, അല്ലെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത സ്ഥലത്ത് നിന്നും മുകളിലായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാസം അവസാനിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 11.65 ഓപ്പൺ ആവുകയും 12.02 വരെ ഹൈ വരികയും 10.96 വരെ ലോ വരികയും ചെയ്തിട്ട് 1.89% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.43 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. വൊളാറ്റിലിറ്റി കുറയുന്നത് ഒരു നല്ല സൂചനയല്ല. പെട്ടെന്നൊരു വൻ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് 10ൻ്റെ താഴേക്ക് എത്തുമ്പോൾ. ഇപ്പോൾ ഇന്നത്തെ ലോ 10.96 എത്തിയിട്ടുണ്ട്. നമ്മൾ കെയർഫുള്ളായിട്ട് കാത്തിരിക്കേണ്ടതാണ്. ഇനി നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസാലുണ്ട്, ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിംഗ് ആൻഡ് ഇത് കമ്പനി പേര് വായിക്കാൻ തുടങ്ങി, അതിൻ്റെ ഫുൾ പേര് വായിക്കാൻ തുടങ്ങി ഒത്തിരി നേരം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഷോർട്ടായി വായിച്ചു പോകാം. അതുലുണ്ട്, കാർട്രേഡ്, CSB ബാങ്ക്, ഡാറ്റാമാറ്റിക്സ്, DB സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റഡ്, ഈ മുദ്ര ഉണ്ട്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് ഉണ്ട്, HSCL ഉണ്ട്, ഇന്ത്യ മാർട്ടിൻ്റെ 2 ലിസ്റ്റിംഗ് ഇവിടെ കാണുന്നുണ്ട് നാളത്തേത്. ഇൻഫോബീൻ ഉണ്ട്, IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ റിസൾട്ട് നാളെയാണ്. ഇതൊക്കെ ചിലപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കല്ല. ഞാൻ എന്തായാലും ഈ ഒരു ലിസ്റ്റിനെ സോർട്ട് ചെയ്തിട്ട് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി മൂന്നും മാത്രം ഉൾക്കൊള്ളുന്ന സ്റ്റോക്കുകളാക്കി തരംതിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേശവറാം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, KSL, L&T ഫിനാൻസ് ഹോൾഡിങ്സ്, മഹീന്ദ്ര EPC ഇറിഗേഷൻ ലിമിറ്റഡ്, വേദാന്ത് ഫാഷൻസ്, മേനോൻ ബെയറിംഗ്സ്, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ്, NXT ഡിജിറ്റൽ ലിമിറ്റഡ്, ഓറിയൻറ്റ് സിമെൻറ്റ് ലിമിറ്റഡ്, പൊന്നി ഷുഗേഴ്സ് ലിമിറ്റഡ്, രാമകൃഷ്ണ ഫോർജിങ്സ്, RPG ലൈഫ് സയൻസ്, സംഗം ലിമിറ്റഡ്, SBI കാർഡ്സ്, ശ്രീറാം പ്രോട്ടീൻ ലിമിറ്റഡ്, ശ്രീറാം പ്രോട്ടീൻ ലിമിറ്റഡിൻ്റെ 2 ലിസ്റ്റിംഗ് ഉണ്ട്. ചിലപ്പോൾ അത് ഡിവിഡൻറ്റിനോ മറ്റോ ഉള്ളതായിരിക്കും. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലിയഡ് ഇൻഷുറൻസ് കമ്പനി,
സുപ്രീം ഇൻഡസ്ട്രീസ്, അൾട്രാടെക് സിമെൻറ്റ്, വർദ്ധമാൻ ആക്രിലിക്സ്, വിജി ഫിനാൻസ് ലിമിറ്റഡ്, ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡ്. ഇത്രയും കമ്പനികളുടെ ഇതിൽ ACC, അതുപോലെ SBI കാർഡ്സ്, LNT ഫിനാൻസ് കമ്പനി ആൻഡ് അങ്ങനെ കുറച്ച് കമ്പനികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം തന്നെ അത്രയും അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ഇൻഡെക്സുകൾ F&O ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി സ്റ്റോക്കുകളുടെ ഡാറ്റ നോക്കാം. 3 സ്റ്റോക്കുകളാണ് ഇന്ന് അപ്പായിട്ടുള്ള SBI ലൈഫ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഓട്ടോ. ഈ 3 സ്റ്റോക്കുകളും 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. HDFC ലൈഫ് 2.23% ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7140 കോടിയുടെ ബൈങ്ങും 5487 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1653 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ നിന്ന് അനുഭവപ്പെട്ടത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 5638 കോടിയുടെ ബൈങ്ങും 5541 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 97 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഇരു കൂട്ടരും ഇന്ന് ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1750 കോടിയുടെ നെറ്റ് ബൈങ് അഥവാ മാർക്കറ്റിലേക്ക് പണം നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു നല്ലൊരു സൂചന തന്നെയാണ്. മാസം അവസാനിക്കാൻ പോവാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പമ്പിങ് ആവശ്യമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 5409 രൂപയുടെ 5.4% ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾ ടുഗദർ ഈ മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ 117 ട്രേഡിൽ നിന്ന് 1,97,250 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം വളരെ മോശമായ ഒരു മാസമാണ്. എന്തായാലും നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലായിട്ട്, യെസ്റ്റർഡേ ഹൈയുടെ താഴെയും ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലുമായിട്ടാണ് ഇന്ന് ഓപ്പൺ ആയത്. അവിടെ നിന്ന് അത് നേരെ മുകളിലോട്ട് പോയിട്ട് നമ്മുടെ R1 18842 ടെസ്റ്റ് ചെയ്തു. അതിനെ ക്രോസ് ചെയ്തിട്ട് R2ലേക്ക് പോയി, അതായത് 17897 കയറിപ്പോയി. അവിടെ നിന്ന് ഇന്ന് ഹൈ വരും എന്ന് പ്രവചിച്ചിരുന്ന 17922 ടച്ച് ചെയ്തിട്ട് അവിടെ മാർക്കറ്റ് അവസാനിക്കുകയാണ് ചെയ്തത്. കൃത്യമായിട്ടും എല്ലാ ലെവൽസിനെയും നല്ല രീതിയിൽ അത് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി നിഫ്റ്റിയിലൊന്നും കാര്യമായൊരു ട്രേഡ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെയൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് ട്രേഡ് ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. മറ്റുള്ളവരുടെ സുഹൃത്തുക്കളോട് എല്ലാവരും തന്നെ 6% ലോസ് എത്തിയിട്ടുണ്ട്, ട്രേഡിങ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഓവറോൾ ഇന്നലെ വരെ നല്ല പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ നിന്നാണ് അവർക്ക് സ്റ്റോപ്പ് ലോസ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ളത് ഈ ഒരു 1 മണി നേരത്ത് ഉണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റിൽ ആ ലോസ് എല്ലാം റിക്കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ R1ലാണ്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42776 ഓപ്പൺ ആയിട്ട് 42864 പോയി. അവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകാൻ പറ്റാതെ റിജക്ഷൻ വന്നു. വീണ്ടും 42776 തന്നെ തിരിച്ചിറങ്ങി വന്നു. ഒരു നല്ല റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു. രാവിലെ തന്നെ ഒത്തിരി സ്റ്റോപ്പ് ലോസും കിട്ടി. അപ്പോൾ പിന്നീട് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട സ്ക്രീനിൽ 2:20 കൂടിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കണ്ടത്. 1 മണിക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഫെയിൽഡായിപ്പോയി, അത് സക്സസ്ഫുൾ ആയില്ല ആ മൂവ്മെൻറ്റ്. പക്ഷേ 2:20 വന്ന ആ ഒരു മൂവ്മെൻറ്റ് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വളരെ വിക്ക് കൂടുതലുള്ള മൂവ്മെൻ്റ് ആയിട്ടാണ് കണ്ടത്. സ്റ്റോപ്പ് ലോസ് എത്ര വെച്ച് കഴിഞ്ഞാലും അതപ്പോൾ അടിച്ചിട്ട് തിരിച്ച് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിഫ്റ്റി നോക്കുകയാണെങ്കിലും അവസ്ഥ മറിച്ചല്ല. കാരണം നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലായിട്ട് ഓപ്പണായി. പിന്നീട് R1 അഥവാ 19032 കുറേ നേരം ചുറ്റിക്കളിച്ചു. പിന്നെ 19100 എന്നുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന ലെവലിലേക്ക് മാർക്കറ്റ് കയറി പോവുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും നാളെ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഫൈനൽ ക്യാൻഡിൽ, ക്ലോസിങ്ങിൻ്റെ ക്യാൻഡിൽ റെഡായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് ഹൈ വരും എന്ന് പ്രവചിച്ചിരുന്ന ആ ഹൈ കണ്ടില്ലേ, 19118 ഇന്നത്തെ ഹൈ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിജക്ഷൻ വന്നു. R2ൽ 19100 പോയിട്ട് അവസാനിക്കുകയാണ് ചെയ്തത്. അതേപോലെ ഓരോ സ്ഥലത്തും ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിഫ്റ്റിയുടെ നിങ്ങൾക്കറിയാം, നിഫ്റ്റി നമുക്ക് 3 ടാർഗറ്റാണ് ഒരു മാസത്തേക്കുള്ളത്. ബ്രേക്ക്ഔട്ട് ലെവൽ കടന്നു കഴിഞ്ഞാൽ R1, R2, R3.
അപ്പോൾ ഈ മാസം നമ്മൾ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് 17,796 അത് ആദ്യത്തെ ഒരു പ്രാവശ്യം അവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചിരുന്നു. പക്ഷേ വീണ്ടും ഒരു പൂർവാധിക ശക്തിയോടുകൂടി മാർക്കറ്റ് കയറി പോകുന്നുണ്ട്. സോ ഇനി ഈ മാർക്കറ്റിന് R3 ആണ് ടച്ച് ചെയ്യാനുള്ളത്. നാളെ ഒരു ദിവസമാണ് മുന്നിലുള്ളത്. സാധ്യത കാണുന്നത് മിക്കവാറും നാളെ ഇതേപോലെ ഇന്ന് വന്നതുപോലെ ഒരു പവർഫുൾ ക്യാൻഡിൽ വന്നിട്ട് R3 ടച്ച് ചെയ്യുക. R3 എന്ന് പറയുന്നത് 18,060 18K ക്രോസ് ചെയ്യുക എന്നുള്ള ഒരു കഠിനമായ ഒരു പ്രയത്നം ഇവിടെ നടക്കുന്നുണ്ട്. സോ 18,060 നാളെ ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്ലാൻ എ ആണ് 18,060 ഒരു ഗ്രീൻ ക്യാൻഡിൽ വരിക എന്നുള്ളത്. അല്ലെങ്കിൽ പ്ലാൻ എ ഫെയിലിയർ ആവുകയാണെങ്കിൽ പ്ലാൻ ബി ആണെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഒരു റിജക്ഷനാണ് വരിക താഴോട്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും 17,599 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴോട്ട് പോകും. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 18,060 വരെയും മാർക്കറ്റ് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ്. അതോടുകൂടി നമ്മുടെ ലെവൽസ് എല്ലാം തന്നെ മാറും. കാരണം അടുത്തത് വരുന്നത് പുതിയ മാസമാണ്. മെയ് 1 അവധിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മെയ് 2 മുതൽ പുതിയ ലെവൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചായിരിക്കും മാർക്കറ്റ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതാണ് നിഫ്റ്റിയെ കുറിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെ മാർക്കറ്റ് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി ഇതേപോലെ മുകളിലോട്ട് പോകും എന്നാണ് പറയുന്നത്. സോ ആ രീതിയിൽ തന്നെ മാർക്കറ്റ് നീങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ പറയുന്നത് കേട്ടിട്ട് മാർക്കറ്റ് അതുപോലെ പോകുന്നതല്ല. എന്തോ ഒരു ഭാഗത്തിന് അത് പറയുന്നത് പോലെ തന്നെ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഇവിടെ കണ്ടില്ല, ഒരു പുൾ ബാക്ക് എടുത്തു. ഇനി മുകളിലോട്ട് കയറി പോവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് 1000 പോയിൻ്റൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അത്രയൊന്നുമില്ല, ചെറിയ ഗ്യാപ്പാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളത്തെ മാർക്കറ്റ് അത് ഇവിടെ വന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കും എന്നാണ്. 43,210 ഞാൻ പ്രതീക്ഷിക്കുന്ന നാളത്തെ ഒരു ക്ലോസിങ്. സോ ആ ലെവൽ വരെ മാർക്കറ്റ് കയറിപ്പോവും. നാളെ കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഈ മാസം കഴിയുകയാണ്. സോ ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇൻ കേസ് അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്ന ലെവലിനെ കട്ട് ചെയ്ത് താഴെ 42,808 താഴെ ക്ലോസിങ് റെഡ് ക്യാൻഡിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ 42,404 റീടെസ്റ്റ് ചെയ്യാൻ വീണ്ടും പോകുന്നതായിരിക്കും. ഇനി ഫിൻ നിഫ്റ്റിയിലും ഇതേ ഓൾമോസ്റ്റ് സെയിം സിനാരിയോ തന്നെയാണ്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ എൻഗൾഫിംഗ് ആയിരുന്നു കുറേ ദിവസം. അതും ഒരേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റൊക്കെ പോകുന്നത്. പക്ഷേ ഫിൻ നിഫ്റ്റി ഒരു കുറച്ചല്പം മാറിയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇതുവരെയും വന്നിരുന്നത് ആ പ്രീവിയസ് സ്വിങ്ങിൻ്റെ ഹൈ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നാളെ 19,184 എന്ന ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം നാളെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. മാർക്കറ്റ് ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാനല്ല, മാർക്കറ്റിൻ്റെ ഒരു അവലോകനമാണ്. അതിങ്ങനെയൊക്കെ പോകാൻ സാധ്യതകളുണ്ട് എന്നാണ് മാത്രമാണ് പറയുന്നത്. ഒരിക്കലും അത് കറക്റ്റ് ആകണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷേ ലെവൽസ് എന്തോ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടാവും. അതർ ദാൻ ദാറ്റ് ഇന്ന് മറ്റൊന്നും തന്നെ പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.